PDP സംസ്ഥാന അധ്യക്ഷൻ അബ്ദുൽ നാസർ മദനിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല. ഇപ്പോഴും സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. കൊച്ചിയിലെ ആശുപത്രിയിൽ ഇപ്പോഴും അദ്ദേഹം ചികിത്സയിൽ തുടരുന്നു. ഞങ്ങളുടെ പ്രതിനിധി ആശുപത്രിയിൽ നിന്ന് തത്സമയം ചേരുന്നു, വിഷ്ണു സുരേഷ്. വിഷ്ണു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, പറയും. കഴിഞ്ഞ 20-ാം തീയതിയാണ് അബ്ദുൽ നാസർ മാദനിയെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ 28-ാം തീയതി അദ്ദേഹത്തിന് രോഗം മൂർച്ഛിക്കുകയും പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയുമായിരുന്നു. ഇന്നലെ നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ ഓക്സിജൻ അളവിൽ ഗണ്യമായി കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം പലയിടങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്രിയാറ്റിന്റെ അളവിലും കാര്യമായ വ്യത്യാസം ഉണ്ട്. ഇതെല്ലാമാണ് പ്രതിസന്ധി പ്രധാനമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ പ്രത്യേക വിദഗ്ധ സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചികിത്സാ നടപടികൾ പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അതോടൊപ്പം തന്നെ പാർട്ടി നേതാക്കളും എല്ലാം തന്നെ ആശുപത്രിയിൽ ഉണ്ട്. പ്രത്യേക മെഡിക്കൽ ബുള്ളറ്റിൻ ഉൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ടാണ് വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നത്. എന്തായാലും അദ്ദേഹം തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഇതിനോടകം അദ്ദേഹത്തിന്റെ കുടുംബവും അതോടൊപ്പം ഈ PDP പ്രവർത്തകരും പങ്കുവെക്കുന്നുണ്ട്. നമുക്കറിയാം, വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജയിൽവാസവും അതുമായി ബന്ധപ്പെട്ട് വിചാരണകാലത്തിൽ നേരിട്ട ക്രൂരതകളും എല്ലാം നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചത്. അതിലിപ്പോഴും കാര്യമായ മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല ആരും. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് നിലവിൽ അബ്ദുൽ നാസർ മാദനി ഉള്ളത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റം ഉണ്ടാകുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ അബ്ദുൽ നാസർ മദനി പ്രവേശിപ്പിക്കപ്പെട്ട കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിച്ചത്.